ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 എന്ന് പറഞ്ഞ നിയമവുമായി ബന്ധപ്പെട്ട് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് IT ആക്ട് 2000 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈബർ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഇലക്ട്രോണിക് കൊമേഴ്സുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യത്തെ നിയമമാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 എന്ന് പറയുന്നത്. ഈ IT ആക്ട് പാർലമെന്റിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് IT വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന പ്രമോദ് മഹാജൻ എന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രിയായിരുന്നു എന്നുകൂടി ഓർത്തിരിക്കാം. ഇനി അതോടൊപ്പം തന്നെ ഈ ഒരു IT ആക്ട് ബില്ലിന് ഫൈനലൈസേഷൻ സമർപ്പിച്ച ഗ്രൂപ്പിന്റെ തലവൻ ആരായിരുന്നു എന്ന് ചോദിച്ചാലും അത് നമ്മുടെ പ്രമോദ് മഹാജൻ ആയിരുന്നു എന്ന് ഓർത്തിരിക്കാം. ഇനി അതോടൊപ്പം തന്നെ ഈ ഒരു IT ആക്ട് നിലവിൽ വരുമ്പോൾ ആരായിരുന്നു ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മലയാളിയായ KR നാരായണനാണ് എന്നും ഓർത്തിരിക്കാം. അതുപോലെ തന്നെ എന്നാണ് ഈ ഒരു IT ആക്ട് 2000 നിലവിൽ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർഷം 2000 ഒക്ടോബർ 17-ാം തീയതിയാണ് IT ആക്ട് 2000 എന്ന് പറഞ്ഞ നിയമം നിലവിൽ വന്നത്. ഇനി ഈ ഒരു നിയമത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇലക്ട്രോണിക് കൊമേഴ്സ്, ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ, ഗവേണൻസ് തുടങ്ങിയവയ്ക്ക് നിയമസാധ്യത നൽകിയ നിയമമാണ് IT ആക്ട് 2000. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ഇന്ത്യക്കാരുടെയോ വിദേശിയുടെയോ ഉടമസ്ഥതയിലുള്ള കമ്പ്യൂട്ടറിനും നെറ്റ്വർക്കുകൾക്കും ബാധകമായിട്ടുള്ള ഒരു നിയമം കൂടിയാണ് IT ആക്ട് 2000 എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഡിജിറ്റൽ ഫോർമാറ്റ് ഉപയോഗിച്ചും അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഫോർമാറ്റ് ഉപയോഗിച്ച് ചെയ്യുന്ന ഫ്രോഡ് തരങ്ങൾക്ക് പെനാൽറ്റി നൽകുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഒരു നിയമം കൂടിയാണ് IT ആക്ട് 2000 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഡിജിറ്റൽ സിഗ്നേച്ചറിന് നിയമസാധ്യത നൽകിയ നിയമം കൂടിയാണ് IT ആക്ട് 2000 എന്ന് പറയുന്നത്. ഡിജിറ്റൽ സിഗ്നേച്ചറിന് നിയമസാധ്യത നൽകിയ നിയമം കൂടിയാണ് ഈ IT ആക്ട് 2000 എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൽ ഏകദേശം 13 ചാപ്റ്ററുകളും 90 സെക്ഷൻസുകളുമാണ് പ്രധാനമായിട്ട് ഉള്ളത്. എന്നാൽ ഈ 2021 ഈ ഒരു കാലഘട്ടത്തിൽ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൽ ഏകദേശം 13 ചാപ്റ്ററുകളും 90 സെക്ഷൻസുകളുമാണ് ഉള്ളത്. എന്നാൽ പണ്ട് ഈ ഒരു IT ആക്ടിനകത്ത് ഏകദേശം 94 സെക്ഷൻസ് ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു 4 സെക്ഷനുകൾ എടുത്തു കളയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ IPC 8060, അതുപോലെ തന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1891, അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ആക്ട് 1934 തുടങ്ങിയ നിയമങ്ങളിൽ ഗവൺമെന്റ് ചില അമെൻമെന്റ് കൊണ്ടുവന്നതിന്റെ ഫലമായിട്ടാണ് ഈ ഒരു IT ആക്ടിലെ 4 സെക്ഷനുകൾ എടുത്തു കളഞ്ഞതെന്ന് കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഈ IT ആക്ട് 2000-ലെ പ്രധാനപ്പെട്ട ചാപ്റ്ററുകളെ പറ്റിയിട്ടാണ്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു ഈ ഒരു ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 എന്ന് പറഞ്ഞ നിയമത്തിനകത്ത് ഏകദേശം 13 ചാപ്റ്ററുകളുണ്ട്. ഈ 13 ചാപ്റ്ററുകളും വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റുകളെ പറ്റിയിട്ടാണ് പരാമർശിക്കുന്നത്. അപ്പോൾ ഓരോ ചാപ്റ്ററുകളും എന്തെല്ലാം സബ്ജക്റ്റുകളെ പറ്റിയിട്ടാണ് പരാമർശിക്കുന്നത് എന്നതിനെ പറ്റിയിട്ടാണ് അടുത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഒന്നാമത്തത് IT ആക്ട് 2000-ലെ ചാപ്റ്റർ 1 എന്തിനെ പറ്റിയിട്ടാണ് പരാമർശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും പരാമർശിക്കുന്നില്ല. വളരെ പ്രിലിമിനറി ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് IT ആക്ടിലെ ചാപ്റ്റർ 1-നകത്ത് പരാമർശിക്കുന്നത്. ഇനി IT ആക്ടിലെ ചാപ്റ്റർ 2-നകത്ത് എന്തിനെ പറ്റിയിട്ടാണ് പരാമർശിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഡിജിറ്റൽ സിഗ്നേച്ചറിനെ പറ്റിയിട്ടാണ് IT ആക്ടിലെ ചാപ്റ്റർ 2-ൽ പരാമർശിക്കുന്നത്. ഇനി IT ആക്ടിലെ ചാപ്റ്റർ 3-ൽ എന്തിനെ പറ്റിയിട്ടാണ് പരാമർശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ഗവേണൻസിനെ പറ്റിയിട്ടാണ് IT ആക്ടിലെ ചാപ്റ്റർ 3-നകത്ത് പരാമർശിക്കുന്നത്. ഇനി ചാപ്റ്റർ 4-നകത്ത് എന്തിനെ പറ്റിയിട്ടാണ് പരാമർശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് റെക്കോർഡുകളുടെ ആട്രിബ്യൂഷൻ, അക്നോളേജ്, ഡിസ്പാച്ച് തുടങ്ങിയവയെ പറ്റിയിട്ടാണ് ചാപ്റ്റർ 4-നകത്ത് പ്രതിപാദിക്കുന്നത്. ഇനി ചാപ്റ്റർ 5-നകത്ത് എന്തിനെ പറ്റിയിട്ടാണ് പ്രതിപാദിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഇലക്ട്രോണിക് റെക്കോർഡുകളുടെയും ഡിജിറ്റൽ സിഗ്നേച്ചറുകളുടെയും സുരക്ഷയെ പറ്റിയിട്ടാണ് ചാപ്റ്റർ 5 പരാമർശിക്കുന്നത്. ഇനി ചാപ്റ്റർ 6 എന്തിനെ പറ്റിയിട്ടാണ് പരാമർശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർട്ടിഫൈയിങ് അതോറിറ്റീസിന്റെ റെഗുലേഷനെ പറ്റിയിട്ടാണ് IT ആക്ടിലെ ചാപ്റ്റർ 6 പ്രതിപാദിക്കുന്നത്. ഇനി അടുത്ത ചാപ്റ്ററാണ് ചാപ്റ്റർ 7. ചാപ്റ്റർ 7 എന്തിനെ പറ്റിയിട്ടാണ് പരാമർശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റിനെ പറ്റിയിട്ടാണ് ചാപ്റ്റർ 7 പരാമർശിക്കുന്നത്. ഇനി ചാപ്റ്റർ 8 എന്തിനെ പറ്റിയിട്ടാണ് പരാമർശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സബ്സ്ക്രൈബർമാരുടെ ഡ്യൂട്ടീസിനെ പറ്റിയിട്ടാണ് ചാപ്റ്റർ 8 പരാമർശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം ആരാണ് സബ്സ്ക്രൈബർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് സിഗ്നേച്ചർ നൽകിയിട്ടുള്ള വ്യക്തികളെയാണ് IT ആക്ട് പ്രകാരം സബ്സ്ക്രൈബേഴ്സ് എന്ന് വിശേഷിപ്പിക്കുന്നതെന്ന് ഓർത്തിരിക്കാം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് ചാപ്റ്റർ 9. ചാപ്റ്റർ 9 പ്രതിപാദിക്കുന്ന സബ്ജക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെനാൽറ്റി കോമ്പൻസേഷൻ ആൻഡ് അഡ്ജൂഡിക്കേഷനെ പറ്റിയിട്ടാണ് IT ആക്ടിലെ ചാപ്റ്റർ 9 പരാമർശിക്കുന്നത്. അതായത് ഈ ഒരു ചാപ്റ്റർ 9 പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IT ആക്ടിലെ സെക്ഷൻ 43A ഉള്ള ചാപ്റ്ററാണ് ചാപ്റ്റർ 9. അപ്പോൾ ഒരിക്കൽ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ചാപ്റ്റർ 9 പ്രതിപാദിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെനാൽറ്റി കോമ്പൻസേഷൻ ആൻഡ് അഡ്ജൂഡിക്കേഷനെ പറ്റിയിട്ടാണ് ചാപ്റ്റർ 9 പരാമർശിക്കുന്നത്. അതായത് ഓരോ കുറ്റകൃത്യങ്ങൾക്കും ചുമത്തേണ്ട കോമ്പൻസേഷനെ പറ്റിയിട്ടാണ് ചാപ്റ്റർ 9 പരാമർശിച്ചിരിക്കുന്നത്. ഇനി ഈ ഒരു ചാപ്റ്റർ 9 പരാമർശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട IT ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 43A എന്ന് പറയുന്നത്. ഈ സെക്ഷൻ 43A പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡേറ്റ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കോമ്പൻസേഷനെ പറ്റി പരാമർശിക്കുന്ന IT ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 43A എന്ന് പറയുന്നത്. ഇനി അതോടൊപ്പം തന്നെ അഡ്ജൂഡിക്കേറ്റിംഗ് ഓഫീസറിനെ പറ്റി പരാമർശിക്കുന്ന IT ആക്ടിലെ ചാപ്റ്ററാണ് ചാപ്റ്റർ 9. അപ്പോൾ എന്താണ് അഡ്ജൂഡിക്കേറ്റിംഗ് ഓഫീസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം ഒരു വ്യക്തി അല്ലെങ്കിൽ ആരെങ്കിലും ഈ ഒരു IT ആക്ട് നിയമം ലംഘിക്കുന്നുണ്ടോ എന്ന് തീരുമാനിക്കാൻ അധികാരമുള്ള ഓഫീസറാണ് അഡ്ജൂഡിക്കേറ്റിംഗ് ഓഫീസർ. കേന്ദ്ര ഗവൺമെന്റ് നിയോഗിക്കുന്ന ഓഫീസറാണ് അഡ്ജൂഡിക്കേറ്റിംഗ് ഓഫീസർ. അതുപോലെ തന്നെ ഒരു സിവിൽ കോടതിക്ക് തുല്യമായിട്ടുള്ള അധികാരങ്ങളുള്ള ഒരു ഓഫീസറാണ് അഡ്ജൂഡിക്കേറ്റിംഗ് ഓഫീസർ. ഈ അഡ്ജൂഡിക്കേറ്റിംഗ് ഓഫീസറിനെ പറ്റി പ്രതിപാദിക്കുന്ന IT ആക്ടിലെ സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെക്ഷൻ 46 എന്ന് ഓർത്തിരിക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി അഡ്ജൂഡിംഗ് ഓഫീസറിനെ പറ്റിയും അതുപോലെ തന്നെ സെക്ഷൻ 43A പറ്റിയും പ്രതിപാദിക്കുന്ന ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചാപ്റ്റർ 9 എന്ന് ഓർത്തിരിക്കാം. ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് ചാപ്റ്റർ 10 അല്ലെങ്കിൽ ചാപ്റ്റർ 10. അപ്പോൾ ഈ ചാപ്റ്റർ 10 എന്തിനെ പറ്റിയിട്ടാണ് പ്രതിപാദിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈബർ അപ്ലൈറ്റ് ട്രൈബ്യൂണലിനെ പറ്റിയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ 10 പ്രതിപാദിക്കുന്നത്. അപ്പോൾ സൈബർ അപ്ലൈറ്റ് ട്രൈബ്യൂണൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സൈബർ ലോകവുമായി ബന്ധപ്പെട്ടുള്ള കുറ്റകൃത്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക കോടതിയാണ് സൈബർ അപ്ലൈറ്റ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത്. ഈ സൈബർ അപ്ലൈറ്റ് ട്രൈബ്യൂണലിനെ പറ്റി പരാമർശിക്കുന്ന ചാപ്റ്ററാണ് ചാപ്റ്റർ 10. ഈ ചാപ്റ്റർ 10 വരുന്ന ഒരു പ്രധാനപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 48, 49, 62 തുടങ്ങിയവ. അപ്പോൾ ഒരിക്കൽ കൂടി ഓർത്തിരിക്കാം, സൈബർ അപ്ലൈറ്റ് ട്രൈബ്യൂണലിനെ പറ്റി പരാമർശിക്കുന്ന IT ആക്ടിലെ സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെക്ഷൻ 48 ആണ്. ഇനി സൈബർ അപ്ലൈറ്റ് ട്രൈബ്യൂണലിനെ പറ്റി പരാമർശിക്കുന്ന ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചാപ്റ്റർ 10 ആണ്. ഇനി ഈ ഒരു സൈബർ അപ്ലൈറ്റ് ട്രൈബ്യൂണലിന്റെ കമ്പോസിഷനെ പറ്റി പറയുന്ന IT ആക്ടിലെ സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെക്ഷൻ 49 ആണ്.
അതുപോലെ തന്നെ ഈ ഒരു സൈബർ അപ്ലൈറ്റിൽ നിന്ന്, ഈ ഒരു സൈബർ അപ്ലൈറ്റ് ട്രൈബ്യൂണലിൽ നിന്ന് നമുക്ക് ഹൈക്കോടതിയിലേക്ക് അപ്പീൽ പോകാൻ പറ്റും എന്ന് പറയുന്ന IT ആക്ടിലെ സെക്ഷൻ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെക്ഷൻ 62 ആണ് എന്ന് ഓർത്തിരിക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, സൈബർ അപ്ലൈറ്റ് ട്രൈബ്യൂണലിനെ പറ്റി പരാമർശിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 42. സൈബർ ട്രൈബ്യൂണലിന്റെ കമ്പോസിഷനെ പറ്റി പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 49. സൈബർ ട്രൈബ്യൂണലിൽ നിന്ന് ഹൈക്കോടതിയിലേക്ക് അപ്പീൽ പോകാമെന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 62. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്റർ 10 നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് ചാപ്റ്റർ 11. ചാപ്റ്റർ 11ന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈബർ കുറ്റകൃത്യങ്ങളെ പറ്റി അല്ലെങ്കിൽ സൈബർ ഒഫൻസുകളെ പറ്റി പരാമർശിക്കുന്ന IT ആക്ടിലെ ചാപ്റ്ററാണ് ചാപ്റ്റർ 11. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് IT ആക്ടിലെ ചാപ്റ്ററുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പരാമർശിക്കുന്ന പ്രധാനപ്പെട്ട സെക്ഷനുകളെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം പറയാൻ പോകുന്ന സെക്ഷനാണ് IT ആക്ടിലെ സെക്ഷൻ 43. IT ആക്ടിലെ സെക്ഷൻ 43. IT ആക്ടിലെ സെക്ഷൻ 43 എന്തിനെ പറ്റിയിട്ടാണ് പരാമർശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിനോ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനോ കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിനോ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനോ കേടുപാടുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ് സെക്ഷൻ 43 പരാമർശിക്കുന്നത്. അല്പം കൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു വ്യക്തിയുടെ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ വൈറസ് കയറ്റിവിട്ട് കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ 43 വരും. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരാളുടെ നെറ്റ്വർക്ക് സംവിധാനത്തിന് തടസ്സമുണ്ടാക്കി കഴിഞ്ഞാൽ അതും ഈ ഒരു സെക്ഷൻ 43 വരും. അതുപോലെ തന്നെ മറ്റൊരു ആളിൻ്റെ അല്ലെങ്കിൽ ഒരു ഉടമസ്ഥന് സ്വന്തം കമ്പ്യൂട്ടർ അക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ഒരു മെനക്കേടുണ്ടാക്കി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളും ഈ ഒരു സെക്ഷൻ 43 ഉൾപ്പെടും എന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ കണ്ടാമെന്റ് എന്ന് പറയുന്ന സംവിധാനം. കമ്പ്യൂട്ടർ കണ്ടാമെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊരാളുടെ കമ്പ്യൂട്ടറിലേക്ക് വൈറസ് കടത്തിവിടുന്നതിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ കണ്ടാമെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളും ഉൾപ്പെടുന്ന IT ആക്ടിലെ ഒരു പ്രധാനപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 43 എന്ന് പറയുന്നത്. അതായത് ഈ ഒരു സെക്ഷൻ 43 പ്രകാരം 10 മില്യൺ രൂപ വരെ പിഴ കൽപ്പിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ് ഈ ഒരു സെക്ഷൻ 43 എന്ന് പറയുന്നത്. അതുകൂടെ ഓർത്തിരിക്കാം. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട നിയമമാണ് IT ആക്ടിലെ സെക്ഷൻ 43A എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സെക്ഷനാണ് IT ആക്ട് സെക്ഷൻ 43A എന്ന് പറയുന്നത്. സെക്ഷൻ 43A പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IT ആക്ട് സെക്ഷൻ 43A പ്രതിപാദിക്കുന്ന കുറ്റകൃത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമ്പൻസേഷൻ ഫോർ ഫെയിലിയർ ടു പ്രൊട്ടക്ട് ഡേറ്റ എന്നുള്ളതാണ്. അല്പം കൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽ അനവധി കോർപ്പറേറ്റ് കമ്പനീസ് ഉണ്ട്. നമ്മുടെ രാജ്യത്തിൽ ഇഷ്ടംപോലെ നിരവധി കോർപ്പറേറ്റ് കമ്പനീസ് ഉണ്ട്. ഇവരുടെ ആവശ്യത്തിന് വേണ്ടി ഇവർ പലതരത്തിലുള്ള സെൻസിറ്റീവായിട്ടുള്ള ഡേറ്റാസ് ഇവരുടെ സെർവറിനകത്ത് സൂക്ഷിച്ചു വെക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ആവശ്യത്തിന് വേണ്ടി നമ്മുടെ ഇന്ത്യൻ പൗരന്മാരുടെ വ്യക്തിഗതമായിട്ടുള്ള വിവരങ്ങൾ ഇവരുടെ സെർവറിനകത്ത് സൂക്ഷിച്ചു വെക്കാറുണ്ട്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഇവർ വളരെ അശ്രദ്ധാപരമായിട്ട് നമ്മുടെ പൗരന്മാരുടെയൊക്കെ വിവരങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന കോർപ്പറേറ്റുകൾ പൗരന്മാർക്ക് ഒരു കോമ്പൻസേഷൻ നൽകണം എന്ന് പറഞ്ഞ നിയമമാണ് സെക്ഷൻ 43A എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ പൗരന്മാരുടെ വ്യക്തിഗതമായിട്ടുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റാസ് ഏതെങ്കിലും കോർപ്പറേറ്റ് കമ്പനികൾ ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള കോർപ്പറേറ്റീവ് കമ്പനികൾ പൗരന്മാർക്ക് കോമ്പൻസേഷൻ നൽകണം എന്ന് പരാമർശിക്കുന്ന IT ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 43A എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട നിയമമാണ് IT ആക്ടിലെ സെക്ഷൻ 65. അപ്പോൾ IT ആക്ടിലെ സെക്ഷൻ 65 എന്തിനെ പറ്റിയിട്ടാണ്, ഏത് കുറ്റകൃത്യത്തിനെ പറ്റിയിട്ടാണ് പരാമർശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ടാമ്പറിംഗ് എന്ന് പറഞ്ഞ കുറ്റകൃത്യങ്ങളെ പറ്റി, ടാമ്പറിംഗ് എന്ന് പറയുന്ന കുറ്റകൃത്യത്തിനെ പറ്റിയിട്ടാണ് സെക്ഷൻ 65-നകത്ത് പരാമർശിക്കുന്നത്. അതായത് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സോഴ്സ് കോഡിന് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സോഴ്സ് കോഡ് ഡോക്യുമെന്റിൽ എന്തെങ്കിലും കൃത്രിമം കാണിക്കുകയാണെങ്കിൽ, കമ്പ്യൂട്ടർ സോഴ്സ് കോഡ് ഡോക്യുമെന്റിൽ എന്തെങ്കിലും കൃത്രിമം കാണിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളെ പറ്റി പരാമർശിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 65 എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കമ്പ്യൂട്ടർ സോഴ്സ് കോഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിലെ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിലെ ലേഔട്ട്, ഒരു നെറ്റ്വർക്കിലെ ഡിസൈൻ തുടങ്ങിയവയൊക്കെയാണ് നമ്മൾ കമ്പ്യൂട്ടർ സോഴ്സ് കോഡ് എന്ന് വിളിക്കുന്നതെന്ന് കൂടി ഓർത്തിരിക്കുക. ഇനി സെക്ഷൻ 65 പ്രകാരം കിട്ടാവുന്ന പരമാവധി ശിക്ഷ എത്രയാണ്, ഈ സെക്ഷൻ 65 പ്രകാരം കിട്ടാവുന്ന പരമാവധി പണിഷ്മെന്റ് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ വരെ ഫൈൻ അടയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ 3 വർഷം വരെ തടവ് അനുഭവിക്കേണ്ടി വരും, അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ചും അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ സെക്ഷൻ 65-നകത്ത് നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 66. ഈ ഒരു IT ആക്ടിലെ സെക്ഷൻ 66 എന്തിനെ പറ്റിയിട്ടാണ് പരാമർശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെക്ഷൻ 66-നകത്ത് എന്താണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് IPC 24 അല്ലെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡ് 24, ഇന്ത്യൻ പീനൽ കോഡ് 25 തുടങ്ങിയ നിയമങ്ങളിൽ പറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള ഫ്രോഡ് തരങ്ങൾ കാണിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളെ പറ്റി പരാമർശിക്കുന്ന IT ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 66 എന്ന് പറയുന്നത്. ഈ സെക്ഷൻ 66 പ്രകാരം കിട്ടാവുന്ന പരമാവധി ശിക്ഷ എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ വരെ ഫൈൻ അടയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ 3 വർഷം വരെ തടവ് അനുഭവിക്കേണ്ടി വരും, അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ചും അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷൻ 66-നകത്ത് നമുക്ക് പറയാനുള്ളത്. ഇനി അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സെക്ഷനാണ് സെക്ഷൻ 66A എന്ന് പറയുന്നത്. സെക്ഷൻ 66A എന്ന് പറയുന്നത്, സെക്ഷൻ 66A-ക്കകത്ത് എന്തിനെ പറ്റി പരാമർശിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കമ്പ്യൂട്ടർ ഉപയോഗിച്ചും ഒഫൻസീവായിട്ടുള്ള കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഒഫൻസീവായിട്ടുള്ള മെസ്സേജുകൾ അയക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കുറ്റകൃത്യങ്ങളെ പറ്റിയിട്ടാണ് സെക്ഷൻ 66A-ക്കകത്ത് പരാമർശിക്കുന്നത്. എന്നാൽ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2015 കാലഘട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട കേസ് നടന്നു. ആ കേസിന്റെ പേരാണ് ശ്രേയാ സിംഗാൾ കേസ് എന്ന് പറയുന്നത്. ഈ ശ്രേയാ സിംഗാൾ കേസിന്റെ അടിസ്ഥാനത്തിൽ ഈ സെക്ഷൻ 66A എന്ന് പറഞ്ഞ വകുപ്പ് നമ്മുടെ മൗലിക അവകാശത്തിന് എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കോടതി റദ്ദ് ചെയ്ത അല്ലെങ്കിൽ സ്ട്രക്ക് ഡൗൺ ചെയ്ത ഒരു പ്രധാനപ്പെട്ട നിയമം കൂടിയാണ് സെക്ഷൻ 66A എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട നിയമമാണ് സെക്ഷൻ 66B. സെക്ഷൻ 66B എന്ന് പറയുന്നത് എന്നാണ് സെക്ഷൻ 66B എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോഷ്ടിച്ച കമ്പ്യൂട്ടറുകൾ വാങ്ങി ഉപയോഗിക്കുക, അല്ലെങ്കിൽ മോഷ്ടിച്ച കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മോഷ്ടിച്ച കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകളോ വാങ്ങി ഉപയോഗിക്കുക, അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളെ പറ്റി പരാമർശിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 66B എന്ന് പറയുന്നത്. ഇനി സെക്ഷൻ 66B പ്രകാരം കിട്ടാവുന്ന പരമാവധി ശിക്ഷ എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 വർഷം വരെ തടവ് കിട്ടും, അല്ലെങ്കിൽ 1 ലക്ഷം രൂപ വരെ ഫൈന് അടയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ചും എടുക്കേണ്ടി വരും. അതാണ് ഈ ഒരു സെക്ഷൻ 66B പ്രകാരം കിട്ടുന്ന പരമാവധിയുള്ള ശിക്ഷ എന്ന് ഓർത്തിരിക്കാം. ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നിയമമാണ് സെക്ഷൻ 66C എന്ന് പറയുന്നത്. സെക്ഷൻ 66C എന്ന് പറയുന്നത്, സെക്ഷൻ 66C-ക്കകത്ത് പരാമർശിക്കുന്ന കുറ്റകൃത്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐഡന്റിഫൈ തെഫ്റ്റ് എന്നുള്ളതാണ്. അതായത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ വേറൊരാളുടെ പാസ്വേഡ് അല്ലെങ്കിൽ വേറൊരാളുടെ യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ വേറൊരാളുടെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ തുടങ്ങിയവ മോഷ്ടിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങളെ പറ്റി പരാമർശിക്കുന്ന നിയമമാണ് സെക്ഷൻ 66C എന്ന് പറയുന്നത്. ഈ സെക്ഷൻ 66C പ്രകാരം കിട്ടാവുന്ന
പണിഷ്മെന്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ വരെ ഫൈൻ അടയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ 3 വർഷം വരെ തടവ് അനുഭവിക്കേണ്ടി വരും, അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ചും അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നിയമമാണ് സെക്ഷൻ 66D എന്ന് പറയുന്നത്. സെക്ഷൻ 66D എന്ന് പറയുന്നത്, സെക്ഷൻ 66Dയിൽ പരാമർശിക്കുന്ന കുറ്റകൃത്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചീറ്റിംഗ് ബൈ പേഴ്സണേഷൻ എന്നുള്ളതാണ്. ചീറ്റിംഗ് ബൈ പേഴ്സണേഷൻ എന്നുള്ളതാണ്. സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തുന്ന ഒരു കുറ്റകൃത്യത്തിനെയാണ് നമ്മൾ ചീറ്റിംഗ് ബൈ പേഴ്സണേഷൻ എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി പരാമർശിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 66D എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഫേക്ക് ഫേസ്ബുക്ക് ഐഡികൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന കുറ്റകൃത്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു 66Dക്ക് കീഴിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു നിയമപ്രകാരം കിട്ടാവുന്ന പരമാവധി ശിക്ഷ എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ വരെ ഫൈൻ അടയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ 3 വർഷം വരെ തടവ് അനുഭവിക്കേണ്ടി വരും, അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ചും അനുഭവിക്കേണ്ടി വരും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട നിയമമാണ് IT ആക്ടിലെ സെക്ഷൻ 66E എന്ന് പറയുന്നത്. സെക്ഷൻ 66E എന്ന് പറയുന്നത്, സെക്ഷൻ 66Eക്കകത്ത് പരാമർശിക്കുന്ന കുറ്റകൃത്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രൈവസിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സെക്ഷനാണ് സെക്ഷൻ 66E എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തിയുടെ അനുവാദമില്ലാതെ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ പകർത്തുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്ന സെക്ഷനാണ് സെക്ഷൻ 66E എന്ന് പറയുന്നത്. ഈ സെക്ഷൻ 66E പ്രകാരം കിട്ടാവുന്ന പരമാവധി ശിക്ഷ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 വർഷം വരെ തടവ് കിട്ടും. അതുപോലെ തന്നെ 2 ലക്ഷം രൂപ വരെ ഫൈൻ അടയ്ക്കേണ്ടതായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് സെക്ഷൻ 66Eക്കകത്ത് പരാമർശിക്കുന്ന കുറ്റകൃത്യങ്ങളെന്ന് ഓർത്തിരിക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നിയമമാണ് IT ആക്ടിലെ സെക്ഷൻ 66F എന്ന് പറയുന്നത്. IT ആക്ടിലെ സെക്ഷൻ 66F എന്ന് പറയുന്ന നിയമം സൈബർ ടെററിസത്തിനെ പറ്റി പരാമർശിക്കുന്ന നിയമമാണ് സെക്ഷൻ 66F എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഐക്യം, ഇന്ത്യയുടെ അഖണ്ഡത, ഇന്ത്യയുടെ സുരക്ഷ തുടങ്ങിയവയെ ബാധിക്കുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ കുറ്റകൃത്യങ്ങളെ പരാമർശിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 66F എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ജനങ്ങളിൽ ഭീകരത നിറയ്ക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി പ്രേരണ നൽകുക തുടങ്ങിയവയൊക്കെ ഉൾപ്പെടുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 66F എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ കണ്ടാമന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറസ് ഉപയോഗിച്ചുകൊണ്ട്, അതായത് കമ്പ്യൂട്ടർ കണ്ടാമന്റ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ വൈറസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ കൊല്ലുവാൻ ശ്രമിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളും ഉൾപ്പെടുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 66F എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 67 എന്ന് പറയുന്നത്. സെക്ഷൻ 67നകത്ത് പരാമർശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്സെൻസീവ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്താൻ തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കുറ്റകൃത്യങ്ങളെ പറ്റി പരാമർശിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 67 എന്ന് പറയുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെക്ഷൻ 67 പ്രകാരം ഒരു വ്യക്തി ആദ്യമായിട്ടാണ് ഈ ഒരു കുറ്റകൃത്യം ചെയ്യുന്നതെങ്കിൽ ആ വ്യക്തിക്ക് 3 വർഷം വരെ തടവ് കിട്ടും, അല്ലെങ്കിൽ 5 ലക്ഷം രൂപ വരെ ഫൈൻ അടയ്ക്കേണ്ടി വരും. എന്നാൽ ഈ കുറ്റവാളി വീണ്ടും ഈ ഒരു കുറ്റകൃത്യം ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് 5 വർഷം വരെ തടവും അല്ലെങ്കിൽ 10 ലക്ഷം രൂപ വരെ ഫൈനും അടയ്ക്കേണ്ടതായിട്ട് വരും എന്നുകൂടി ഓർത്തിരിക്കാം. ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 67A എന്ന് പറയുന്നത്. സെക്ഷൻ 67A എന്ന് പറയുന്നത് എന്താണ്? സെക്ഷൻ 67Aയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്ലീലമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള IT ആക്ടിലെ സെക്ഷനാണ് 67A എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കുറ്റകൃത്യം ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ വ്യക്തിക്ക് 5 വർഷം വരെ തടവ് കിട്ടും, അല്ലെങ്കിൽ 10 ലക്ഷം രൂപ വരെ ഫൈനും കിട്ടുമെന്ന് ഓർത്തിരിക്കാം. അതുപോലെ തന്നെ ഈ ഒരു കുറ്റകൃത്യം രണ്ടാമതായിട്ടാണ് ആ വ്യക്തി ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന് 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ ഫൈനും കിട്ടുമെന്ന് ഓർത്തിരിക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു നിയമമാണ്
IT ആക്ടിലെ സെക്ഷൻ 67B എന്ന് പറയുന്നത്, IT ആക്ടിലെ സെക്ഷൻ 67B എന്ന് പറയുന്നത് എന്താണ്? IT ആക്ടിലെ സെക്ഷൻ 67Bക്കകത്ത് പരാമർശിക്കുന്ന കുറ്റകൃത്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈൽഡ് പ്രോണോഗ്രാഫിയെ പറ്റി പരാമർശിക്കുന്ന IT ആക്ടിലെ സെക്ഷനാണ് 67B എന്ന് പറയുന്നത്. ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസ്കോ ആക്ടിലെ 13 മുതൽ 15 വരെയുള്ള സെക്ഷനുമായി ബന്ധപ്പെട്ട IT ആക്ടിലെ സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ സെക്ഷൻ 67B ആണ് എന്ന് ഓർത്തിരിക്കാം. ഈ ഒരു നിയമപ്രകാരം കിട്ടാവുന്ന ശിക്ഷ, പരമാവധി ശിക്ഷ എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 വർഷം വരെ തടവ് കിട്ടും, അല്ലെങ്കിൽ 10 ലക്ഷം രൂപ വരെ ഫൈൻ കിട്ടും എന്നും ഓർത്തിരിക്കാം, അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് കിട്ടുമെന്നും ഓർത്തിരിക്കാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട നിയമമാണ് സെക്ഷൻ 72. മറ്റൊരു പ്രധാനപ്പെട്ട നിയമമാണ് സെക്ഷൻ 72. സെക്ഷൻ 72ൽ പരാമർശിക്കുന്ന കുറ്റകൃത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെനാൽറ്റി ഫോർ ബ്രീച്ച് ഓഫ് കോൺഫിഡാലിറ്റി ആൻഡ് പ്രൈവസി എന്നുള്ളതാണ്. അതായത് രഹസ്യ സ്വഭാവത്തിൻ്റെയും സ്വകാര്യതയുടെയും ലംഘനത്തിനു നൽകുന്ന പിഴയെ പറ്റി പരാമർശിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 72 എന്ന് പറയുന്നത്. അതായത് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെയോ ഇലക്ട്രോണിക് റെക്കോർഡുകളോ അല്ലെങ്കിൽ അവരുടെ ബുക്കുകളോ അല്ലെങ്കിൽ അവരുടെ രജിസ്റ്ററുകളോ അല്ലെങ്കിൽ അവരുടെ കത്തിടപാടുകളോ അല്ലെങ്കിൽ അവരുടെ ഡോക്യുമെന്റ്സോ തുടങ്ങിയവയൊക്കെ വളരെ രഹസ്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്ന IT ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 72 എന്ന് പറയുന്നത്. ഈ സെക്ഷൻ 72ന് നൽകുന്ന പരമാവധി ശിക്ഷ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 വർഷം വരെ തടവ് കിട്ടും, അല്ലെങ്കിൽ 1 ലക്ഷം രൂപ വരെ ഫൈൻ അടക്കേണ്ടി വരും എന്ന് ഓർത്തിരിക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 77B. സെക്ഷൻ 77B. സെക്ഷൻ 77Bയിൽ എന്തിനെ പറ്റിയിട്ടാണ് പരാമർശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റകൃത്യങ്ങൾക്ക് ജാമ്യം അനുവദിക്കാം എന്ന് പറയുന്ന IT ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 77B എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി 3 വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റകൃത്യങ്ങൾക്ക് ജാമ്യം അനുവദിക്കാൻ പറ്റും എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 77B എന്ന് ഓർത്തിരിക്കുക.